ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഇപ്പോൾ ഒരു അടിപൊളി ടിപ്പെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ചെറിയ ചാനൽ മുതൽ വലിയ ചാനലുകൾ, അതായത് ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള ചാനലുകൾ, അവർക്കും അവരുടെ വ്യൂസ് എല്ലാം തന്നെ നല്ല രീതിയിൽ മാറ്റം വരുത്താൻ, അതായത് നല്ല രീതിയിൽ ഗ്രോത്ത് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഏതൊരു ചാനലിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പാണിത്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു കാര്യമെന്ന് നോക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ചാനലിലെ ഒരു വീഡിയോ എല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഈ ഒരു സബ് ടൈറ്റിൽ എല്ലാം വരുന്നുണ്ട്. മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ സബ് ടൈറ്റിൽ എല്ലാം കാണാം. ഇങ്ങനെ ഈ ഒരു സബ് ടൈറ്റിൽസ് എല്ലാം വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അവർക്ക് എന്താണ് ആ വീഡിയോയിൽ ഉള്ളത് എന്ന് ഇവിടെ കറക്റ്റായി എഴുതി കാണിക്കുന്നുമുണ്ട്. ഇനി ഇത് ഇങ്ങനെയല്ല, നിങ്ങൾക്ക് മറ്റൊരു സ്റ്റേറ്റിലെ ആളെല്ലാം നിങ്ങളുടെ വീഡിയോ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായി തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് ഇവിടെ നിന്നെല്ലാം നിങ്ങളുടെ വീഡിയോ കാണുന്നു, എന്നാൽ അവർക്ക് ഈ ഒരു ലാംഗ്വേജ് ഒന്നും അറിയുന്നില്ല. അതിനായി ഇവിടെ ഈ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം തമിഴ് വേണമെങ്കിൽ തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഇങ്ങനെ ഏതൊരു ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സബ് ടൈറ്റിൽസ് ഇപ്പോൾ മാറ്റാം. ഞാൻ ഇവിടെ ഇപ്പോൾ തമിഴ് എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള കണ്ടന്റ് ഇപ്പോൾ തമിഴിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. അതിനാൽ തന്നെ നമ്മുടെ വീഡിയോ, അതായത് മലയാളത്തിൽ ഇത് മനസ്സിലാക്കാത്തവർക്ക് അവർക്ക് ഇപ്പോൾ ഈ ഒരു തമിഴിൽ വന്നിരിക്കുന്ന ഈ ഒരു സബ് ടൈറ്റിൽസ് എല്ലാം റീഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ എന്താണ് ഉള്ളത് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും നിങ്ങളുടെ വീഡിയോസിലേക്ക് വ്യൂസ് എല്ലാം കൊണ്ടുവരാനുള്ള നല്ലൊരു ടിപ്പ് കൂടിയാണിത്. എന്നാൽ എങ്ങനെയാണ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഈ ഒരു സബ് ടൈറ്റിൽസ് എല്ലാം കൊടുക്കുക, ഇതിനെക്കുറിച്ച് നോക്കാം. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ YT സ്റ്റുഡിയോ ഇത് നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിലെല്ലാം ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടന്റ് എന്നതിൽ പോയതിനു ശേഷം ഇനി നമുക്ക് ഏതൊരു വീഡിയോക്കാണോ സബ് ടൈറ്റിൽസ് എല്ലാം കൊടുക്കേണ്ടത് ആ ഒരു വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഐക്കണിലെല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സബ് ടൈറ്റിൽസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ സബ് ടൈറ്റിൽസ് എന്ന് കൊടുക്കുമ്പോൾ ഡിഫോൾട്ടായി നമ്മൾ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജ്, അതായത് ഈ വീഡിയോ ലാംഗ്വേജ്, ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സബ് ടൈറ്റിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അതായത് ഓട്ടോമാറ്റിക്കായി ഇത്തരത്തിൽ ഈ മലയാളത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് പബ്ലിഷ് എന്ന് കൊടുത്താൽ ഇനി നമ്മുടെ വീഡിയോയിൽ സബ് ടൈറ്റിൽസ് മലയാളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു ലാംഗ്വേജ് ആഡ് ചെയ്യുന്നതിനാണ് ഇവിടെ ആഡ് ലാംഗ്വേജ് എന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് കൊടുക്കണമെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കൊടുത്തതിന് ശേഷം മുകളിലായി നിങ്ങൾ ഇവിടെ ഈ ഒരു ഇംഗ്ലീഷ് എന്നതിന് നേരെ വരുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇനി ഓട്ടോ ട്രാൻസ്ലേറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള കണ്ടന്റ് ഇത് ഇവിടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിരിക്കുന്നത് കാണാം. അതിനുശേഷം പബ്ലിഷ് എന്ന് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെല്ലാം ഏരിയയിലാണ് നിങ്ങളുടെ വീഡിയോ എല്ലാം കവർ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് കർണാടക എല്ലാം വേണമെങ്കിൽ കന്നഡ എല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ആഡ് ലാംഗ്വേജ് എന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ കന്നഡ എന്നത് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ കന്നഡ എന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ഓട്ടോ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ കൊടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കന്നഡ സബ് ടൈറ്റിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് പബ്ലിഷ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഹിന്ദി ലാംഗ്വേജ് വേണമെങ്കിൽ, അതുപോലെ മറാത്തി വേണമെങ്കിൽ, ഇങ്ങനെ നിങ്ങൾക്ക് ഏതെല്ലാം ലാംഗ്വേജ് ആണ് വേണ്ടത്, ഏതെല്ലാം ഓഡിയൻസിലേക്കാണ് നിങ്ങളുടെ വീഡിയോസ് എത്തേണ്ടത്, അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ മലയാളം ലാംഗ്വേജ് അറിയാത്ത മറ്റു സ്റ്റേറ്റുകാർക്ക് കൂടി അവർക്ക് നമ്മുടെ വീഡിയോ എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം സബ് ടൈറ്റിൽസ് എല്ലാം റീഡ് ചെയ്ത് എന്താണ് നമ്മുടെ വീഡിയോയിലെ കണ്ടന്റ് എന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ കേരളത്തിൽ, അതായത് നമ്മൾ മലയാളത്തിൽ വീഡിയോ ചെയ്താൽ മലയാളി ഓഡിയൻസിനെ മാത്രമല്ല നമുക്ക് മറ്റു സ്റ്റേറ്റിലുള്ള ഓഡിയൻസിനെ എല്ലാം നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരാനും അതുവഴി നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിക്കാനും സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്